ബി.ജെ.പി. മുഖ്യമന്ത്രിയെ പുറത്താക്കി ഔദ്യോഗിക വസതിക്ക് പൂട്ടിട്ടു. കോൺഗ്രസിനെ എയറിലാക്കി വലിയ അട്ടിമറികൾ നടത്തി ബി.ജെ.പി. ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനം കൈപ്പിടിയിലൊതുക്കി ഭരണം തുടങ്ങിയിട്ട് മാസം 1 കഴിഞ്ഞിട്ടും ബി.ജെ.പി. മുഖ്യമന്ത്രിക്ക് തന്റെ ഔദ്യോഗിക വസതിയിൽ കയറി പാർക്കാനായിട്ടില്ല. സംഗതി കൂടോത്രമാണ് എന്നും പറവുകാര് പറയുന്നുണ്ട്. ബി.ജെ.പി. ആയതുകൊണ്ട് പല വിചിത്ര കഥകളും കേൾക്കേണ്ടി വരുമെന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷെ ഇന്ന് വരെ മുഖ്യമന്ത്രിക്ക് അതിനകത്തോട്ടൊന്ന് കാലുകുത്താൻ പറ്റിയിട്ടില്ല. സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മുഖ്യമന്ത്രി നല്ല ഒന്നാംതരം RSSകാരനായ ഫഡ്നാവിസ്. ഔദ്യോഗിക വസതിയുടെ പേര് വർഷ. മഹാരാഷ്ട്രയിൽ ഏകനാഥ് ഷിൻഡെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞുവെങ്കിലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ വർഷ ഒഴിഞ്ഞിട്ടില്ല. ഭയം മൂലമാണ് ഫഡ്നാവിസ് വർഷയിലേക്ക് പോകാത്തത് എന്ന പല്ലവിയും കേൾക്കുന്നുണ്ട്. വർഷ ബംഗ്ലാവിൽ എന്താണ് സംഭവിച്ചത്? അവിടെ പോകാൻ ഫഡ്നാവിസ് എന്തുകൊണ്ടാണ് ഇത്ര ഭയപ്പെടുന്നത് എന്നാണ് സംസ്ഥാനത്തെ ജനങ്ങൾ പിറുപിറുത്തുകൊണ്ട് ചോദിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് സർക്കാർ അനുവദിച്ച വസതിയിലേക്ക് എന്തുകൊണ്ട് മാറുന്നില്ലെന്ന് പ്രതിപക്ഷം ചോദ്യം ഉയർത്തിയിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഫഡ്നാവിസ്. അതേസമയം മറ്റാർക്കും മുഖ്യമന്ത്രി പദം കിട്ടാതിരിക്കാൻ കാമാഖ്യാദേവി ക്ഷേത്രത്തിൽ ബലിയർപ്പിച്ച ചുവന്ന മാനിന്റെ കൊമ്പ് ആരോ വർഷക്ക് പുറത്തുള്ള പുൽത്തകിടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന തരത്തിലുള്ള വാർത്തകളും പരക്കുന്നുണ്ട്. ഇതാണ് പറഞ്ഞത് ബി.ജെ.പി. കഥയായതുകൊണ്ട് വിചിത്രമായിരിക്കുമെന്ന്. അവിടെയുള്ള ജീവനക്കാർ പറയുന്നത് ഇത് സത്യമാണോ ശരിയാണോ എന്നൊന്നും അറിയില്ല, എങ്കിലും അതിൽ എന്തോ ഒന്നുണ്ട്. അതല്ലേ ഫഡ്നാവിസ് കയറി പാർക്കാത്തത് എന്നതാണ് ചോദ്യം. ഇനി വർഷ പൊളിക്കാൻ പദ്ധതി ഉണ്ടെന്നും ശിവസേന നേതാവ് പറയുന്നുണ്ട്. ബംഗ്ലാവ് പൊളിച്ച് പുതിയ നിർമ്മിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി ആശിഷ് ശലാർ വർഷ ബംഗ്ലാവിന്റെ അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഫഡ്നാവിസ് താമസം മാറുമെന്നുമാണ് വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയുമായ ഏകനാഥ് ഷിൻഡെ ഇപ്പോഴും ആ വസതിയിൽ തന്നെയുണ്ട്. പക്ഷേ തന്റെ വസതിയിലേക്ക് പോകാൻ സാധിക്കാതിരിക്കുന്നതും ഭയന്നിരിക്കുന്നതും മുഖ്യമന്ത്രിയായി ഇന്ന് വാണിരിക്കുന്ന ഫഡ്നാവിസ് ആണ്. അതുകൊണ്ടാണ് ആരെയാണ് ഫഡ്നാവിസ് ഭയക്കുന്നത് എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇനി മാനിന്റെ കൊമ്പാണോ എന്നത് മറ്റൊരു ചോദ്യം കൂടിയാണ്. എന്തായാലും മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത് അട്ടിമറി നടന്നു എന്നാണ്. ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസും അയച്ചിരിക്കുന്നു. അത്തരത്തിലൊരു സമയം കൂടിയാണിത്. അത് മാത്രമല്ല, ഒരു ബിൽഡിംഗ് അഡ്രസ്സിൽ മാത്രം 7000 വോട്ട് ചേർത്തു. അങ്ങനെ 70 ലക്ഷം വോട്ടിന്റെ അട്ടിമറി നടന്നു എന്ന് രാഹുൽ പാർലമെന്റിനെ ഇളക്കി മറിച്ചു പറയുമ്പോഴും ഒരക്ഷരം മിണ്ടാനാവാതെ സ്തംഭിച്ചു നിൽക്കുന്ന മോദിയെയും നമ്മൾ കണ്ടതാണ്.